ഈശോയ്ക്കും അമ്മ മാതാവിനും ആരാധനയും സ്തുതിയും പുകഴ്ചയും സമർപ്പിക്കുന്നു. ഞാൻ അന്നമ്മ ജോർജ്, കോഴിക്കോട് താമശ്ശേരി രൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2022 ജൂലൈ 23-നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ വലിയൊരു സംഖ്യ കടബാധ്യതയുമായിട്ടാണ് ഇവിടെ വന്നത്. 4 വർഷമായിട്ടുണ്ടായിരുന്ന ആ കടബാധ്യത തീർക്കാൻ സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥലം വിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ എല്ലാ മാസവും വരുമായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത മാസം ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ജോസഫ് അച്ഛൻ ഒരു കാശുരൂപം അമ്മ മാതാവിൻ്റെ ഒരു കാശുരൂപം തന്ന് അത് വിൽക്കാനുള്ള പ്രോപ്പർട്ടിയിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപ്രകാരം വിൽക്കാനുള്ള പ്രോപ്പർട്ടിയിൽ ആ കാശുരൂപം അമ്മ മാതാവിൻ്റെ കാശുരൂപം നിക്ഷേപിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. താമസിയാതെ കുറേ അധികം ബുദ്ധിമുട്ടുകൾ വിൽക്കാനുണ്ടായിരുന്ന ആ സ്ഥലത്തിന് ആൾ വരികയും അത് വിറ്റ് ഏകദേശ കടബാധ്യതകളെല്ലാം തീർക്കാൻ സാധിക്കുകയും ചെയ്തു. അടുത്തത് എനിക്ക് 40 വർഷത്തിലേറെയായിട്ട് ഉണ്ടായിരുന്ന മൈഗ്രെയിൻ വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കണ്ണ് തുറക്കാനോ ഏറ്റവും ഒന്നും ചെയ്യാനോ സാധിച്ചിരുന്നില്ല. അത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എനിക്ക് മൈഗ്രെയിൻ എന്ന ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. പിന്നെ മാതാവും ഈശോയും എനിക്ക് ചെറുതും വലുതുമായ അനവധി അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നേർച്ച വസ്തുക്കളായ തൈലവും തേനും ഉപ്പും ഞാൻ ഓരോ കാര്യത്തിനും ഉപയോഗിച്ചിരുന്നു. വയറുവേദന വരുമ്പോൾ അല്ലെങ്കിൽ തലവേദന മൈഗ്രെയിൻ അല്ലാത്ത ചെറിയ തലവേദന വരുമ്പോൾ തൈലം പൂശുകയും അതുവഴി എനിക്ക് തലവേദന അന്നേരം തന്നെ അത് മാറിക്കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ രോഗികളായ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ തൈലം കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവർക്കും അത് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. വരുമ്പോൾ ഞങ്ങൾ കൃപാസനം പത്രം മേടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വീടുകളിലും സംഘത്തിലും പിന്നെ പള്ളികളിലും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് കൊന്തയും കാശുരൂപവും വാങ്ങി പറ്റാവുന്നവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയാൻ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ആകുന്നത് എത്രയാണോ അത്രയും കൊടുത്ത് അവരെ സഹായിക്കാനും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് എനിക്ക് അമ്മ മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങൾ. ഈശോയ്ക്കും അമ്മ മാതാവിനും ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. തോബിത്ത് 13:6 പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. അന്നമ്മ ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ ദുരിതകാലത്ത് കൃപാസന മാതാവിനോട് ലഭിച്ച സവിശേഷമായ അനുഗ്രഹത്തെയും നന്മകളെയും കുറിച്ച് സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. വലിയ കടഭാരത്തോടു കൂടി അത് വീട്ടുവാൻ നിർവാഹമൊന്നുമില്ലാതെ ക്ലേശിച്ച നാളുകളിലാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സഹോദരി പറയുന്നുണ്ട്, അച്ഛൻ പ്രാർത്ഥിച്ച് കൈമാറിയ അമ്മ മാതാവിൻ്റെ കാശുരൂപം ആ പുരയിടത്തിൽ കുഴിച്ചിടുകയും അതോടൊപ്പം വിശ്വാസ പ്രമാണം ചൊല്ലി കടബാധ്യത മാറുന്നതിന് ആ സ്ഥലം വിറ്റുപോകുവാനായി പ്രത്യേകമായിട്ട് അമ്മയുടെ സംരക്ഷണം തേടി ആഗ്രഹിച്ചുവെന്ന്. അത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വിറ്റുപോകുവാനും കടബാധ്യതകൾ അതിലൂടെ മാറി ഭാരം ലഘൂകരിക്കപ്പെട്ട് ജീവിതം സ്വസ്ഥമാകുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്.
40 വർഷത്തിലേറെയായുള്ള മൈഗ്രെയിൻ തലവേദന, ഏറെ ക്ലേശങ്ങൾ സഹോദരിക്ക് നൽകിയിരുന്ന ആ രോഗ അവസ്ഥയിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും നിരന്തരം ഉപയോഗിച്ചതിലൂടെ പൂർണ്ണ സൗഖ്യം നൽകി അതിൻ്റെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അമ്മ മാതാവും ഈശോയും സൗഖ്യവും ആരോഗ്യവും സംരക്ഷണവും നൽകിയതിനെ ഈ അൾത്താരയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമുക്കറിയാം, അതൊരു സമഗ്രമായ ദൈവിക പദ്ധതിയാണ്. പ്രാർത്ഥനയ്ക്ക് അതിനൊരു സ്ഥാനമുണ്ട്, പ്രവൃത്തികൾക്ക് അതിനൊരു സ്ഥാനമുണ്ട്, സ്വയം നിയന്ത്രണത്തിന് അതിനൊരു സ്ഥാനമുണ്ട്, മറ്റുള്ളവരെ ആദരവോടും അലിവോടും കാണുന്ന കാരുണ്യത്തിൻ്റെ മുഖത്തിന് അതിനൊരു സ്ഥാനമുണ്ട്. അതിനേക്കാൾ ഉപരി ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നതിനും ഉടമ്പടി ജീവിതത്തിൽ പ്രധാന സ്ഥാനമുണ്ട്. അതുകൊണ്ട് സമഗ്രമായ ഈ പദ്ധതിയിൽ നമ്മൾ അമ്മ മാതാവിലൂടെ ഈശോയുമായി നിലനിൽക്കുന്ന ഒരു ബന്ധത്തിലേക്കും ആ ബന്ധത്തിലുള്ള വിശ്വസ്തത നമ്മുടെ ജീവിത വിഷയങ്ങൾക്കുള്ള അനുഗ്രഹവും സംരക്ഷണവുമായി അമ്മ മാതാവ് മാറ്റിത്തരികയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷികളാണ് ഈ അൾത്താരയിൽ ഓരോ ദിവസവും മക്കൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പങ്കുവയ്ക്കുക. ഈ സഹോദരിക്ക് ലഭിച്ച ഈ സൗഖ്യാനുഭവത്തിനും കടഭാരം മാറിക്കിട്ടിയതിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.